നമസ്കാരം. ക്ഷേത്ര നഗരിയായ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി സൈബർ ക്രൈമുകളിൽ ക്രമാതീതമായ വർധനമുണ്ടായതായി അറിയിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. ഇത് സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടി പോലീസ് ശനിയാഴ്ച നൽകിയിട്ടുണ്ട്. അയോധ്യയിൽ സൈബർ ക്രിമിനലുകൾ ക്ഷേത്രത്തിന്റെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതായത് ഈ സംഭാവന സ്വീകരിക്കുക എന്ന പേരിൽ വ്യാജ QR കോഡുകൾ ഉപയോഗിച്ച ഭക്തരിൽ നിന്നും ശ്രീരാമ ഭക്തരിൽ നിന്നും പണം തട്ടുക, അതിനോടൊപ്പം സാധാരണക്കാരായ ആളുകൾക്ക് ഇത് അയോധ്യയിലെ പ്രസാദമാണ് എന്ന നിലയ്ക്ക് വിതരണം ചെയ്യുക, അതിനുവേണ്ടി പണം വാങ്ങുക, പിന്നീട് ശ്രീരാമനെ സന്ദർശിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ VIP പാസുകൾ VVIP പാസുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത്തരത്തിൽ QR കോഡുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അയോധ്യയിൽ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അവിടേക്ക് രാമവിശ്വാസികൾ രാമഭക്തരൊക്കെ തന്നെയും ഒഴുകി എത്തുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അവിടെയുള്ള പല ആളുകളെയും മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് അത് സൈബർ രൂപത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. എന്തായാലും അജ്ഞാതരുടെ അഭ്യർത്ഥനയ്ക്കോ അജ്ഞാതർ അയക്കുന്ന ഏതെങ്കിലും വാട്സാപ്പ് സന്ദേശത്തിനോ ഒരു വെരിഫിക്കേഷനും കൂടാതെ മറുപടി നൽകരുത് എന്ന് തന്നെയാണ് സൈബർ പോലീസ് ഉൾപ്പെടെ പറയുന്നത്. ഇത് പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്, ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന ഒരു കാര്യം. എന്തായാലും ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇങ്ങനെ സൈബർ കുറ്റകൃത്യങ്ങളിൽ അയോധ്യയിൽ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് തീർത്തും ആശങ്കാജനകം തന്നെയാണ്. അയോധ്യയുടെ പേരിലും സൈബർ തട്ടിപ്പുകൾ നടത്താൻ ക്രിമിനലുകൾ മുൻപന്തിയിൽ തന്നെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ QR കോഡ് അയച്ച് അതിനുശേഷം അതിലേക്ക് പണം അടയ്ക്കുക, നിങ്ങൾക്ക് പ്രസാദം നൽകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് നൽകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ചില തട്ടിപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ വലയത്തിലാണ് നിലവിൽ അയോധ്യയുള്ളത്. അവിടെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി പൗരന്മാർക്ക് കൃത്യമായ മുന്നറിയിപ്പ് തന്നെ പോലീസ് നൽകുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.